ഹലോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണമായതുകൊണ്ട് നമുക്ക് ഇവിടെയും സദ്യ കിട്ടും. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഓണസദ്യ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സദ്യൻ്റെ പാക്കിങ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കട്ടിംഗ് മാസ്റ്റേഴ്സ് ഇവരൊക്കെ ഉണ്ടോ. ഹക്കീം ഖാനൊക്കെ നമ്മളെ പുതിയ ഷോപ്പിൽ നിന്ന് ഇറക്കുമതി ഇതാണ്ടോ. ഇതാണ് ഷൗക്കത്ത് ഖാൻ, നമ്മളെ ഷോപ്പിൻ്റെ കട്ടിംഗ് മാസ്റ്ററാണ്. മൂപ്പറാണെങ്കിൽ ഒരു സാധു മനുഷ്യനുണ്ട്. എങ്ങനത്തെ ഒരു മനുഷ്യൻ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റായിക്കുണ്ടോ അന്നല്ലാറാ. അപ്പം നമ്മളെല്ലാവരും നല്ല ഒത്തൊരുമയോടെ പാക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ മോർണിംഗ് ഷോപ്പിൽ എത്തിയപ്പോഴത്തേക്കും പകുതിയോളം പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടോ. പിന്നെ നമ്മളെല്ലാവരും അവിടെ കൂട്ടി ആഞ്ഞ് പിടിക്കലാണ്. സംഭവം എല്ലാവരും കൂടി ഇങ്ങനെ പാക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. സംഭവം ഈ മുതലാളി തൊഴിലാളി എന്നുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും സെറ്റ് ആയിക്കാരും. നമ്മൾ പാക്കിങ്ങിൽ ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട പരിപാടിയാണിത്. നമുക്ക് 300 ഓർഡറാണ് നമുക്ക് ഉള്ളതെങ്കിൽ അതിൽ 25 ഐറ്റംസുകൾ ഉണ്ടാവും. ആ 25 ഐറ്റംസും നമ്മളത് കറക്റ്റായിട്ട് അതിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക്. എന്തായാലും അൽഹംദുലില്ലാഹ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ടേബിൾ കൊടുക്കുന്നില്ല, ഫുള്ള് പാർസൽ മാത്രമേ ഉള്ളൂ. ഇത് മാഷാണ് കേട്ടോ. മൂപ്പര് നാട്ടിൽ നിന്ന് സദ്യ കഴിക്കാൻ പറ്റാത്ത സങ്കടത്തിലാണ്. അപ്പം നമ്മൾ എന്ത് കാട്ടി, നാട്ടിലത്തെ ടേസ്റ്റിൽ ഇവിടെ സദ്യ കൊടുത്തു മൂപ്പർക്ക്. അങ്ങനെ ഓരോ കസ്റ്റമേഴ്സും സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ കിട്ടുന്ന നമ്മളൊരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ്. കാരണം ഉറക്കം ഒഴിവാക്കി ഒരുപാട് പേരുടെ കഠിനം അതിന്റെ ബാക്കിലുണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സിനെല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്കി നമ്മൾ മുതലേമാരെ കഴിക്കാൻ കേട്ടോ. ഈ മടിച്ചിങ്ങനെ തിന്നണ അനീസ് കേട്ടോ. എനിക്ക് ഇല കിട്ടാത്ത സങ്കടത്തിലാണ്. ഓണത്തിന് ഭക്ഷണം കഴിക്കണേക്കാട്ടിലും മെയിനാണ് സ്റ്റാറ്റസ് ഇടല്. അങ്ങനെ കസ്റ്റമേഴ്സിനെ എല്ലാവർക്കും കൊടുത്ത് ഹാപ്പി ആക്കി നമ്മളെ കൂടാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളും കഴിച്ചു സദ്യ. പാർസൽ കൊണ്ടുപോയി ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ എല്ലാവരും താങ്ക് യു സോ മച്ച്.